ഇനി കാല് പിടിച്ചിട്ട് എന്താ നിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞല്ലേ വാന്ന് നിക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി ഞാൻ വരാം. നിങ്ങൾ വീട്ടിലല്ലേ ഉള്ളത്? അവിടെ തന്നെ നിൽക്ക്, പുറത്തേക്ക് ഇറങ്ങരുത്. ഇറ്റ്സ് ഡേഞ്ചറസ്. ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ശരി എന്നാ, സംസാരിക്കാൻ സമയമില്ല. ഓക്കെ ഷിൻചാനെ ചോപ്പേട്ടാ പറയേ, ഞാൻ മൈക്കിളിനെ കൂടി കൊണ്ടുവരാം. നമുക്ക് രക്ഷപ്പെടാ, അവന്റെ വിധി. പക്ഷെ അതങ്ങനെയല്ലടാ, ഫാമിലിയൊക്കെ ഉള്ളതല്ലടാ നമുക്ക് വേണ്ടപ്പെട്ടവര്. ഞാൻ വരൂടാ, തിരിച്ചു വരും. ബിക്കോസ് ഐ ആം ദി വൺ ആൻഡ് ഓൺലി ഫ്രാങ്ക്ലിൻ. പിന്നെ ഷിൻചാനെ ചോപ്പേ, നിങ്ങൾ ട്രാവർ മാമിന്റെ കൂടെ ഇരിക്കും. ഈ മിഷൻ ഇത്ര ഡേഞ്ചറസ് മിഷനാ. നിങ്ങൾ എന്റെ കൂടെ ഉള്ളത് അതെനിക്കൊരു ഡ്രോബാക്ക് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് ഞാൻ ഒറ്റക്ക് പോയിട്ട് നൈസ് ആയിട്ട് അവന്മാരും കൂട്ടി കൊണ്ടുവരാം. ഈ വോക്കിട്ടോക്കി എന്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള വോക്കിട്ടോക്കി എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ഞാൻ പോയിട്ട് വരാം. ഞാൻ പേടിച്ച സ്വപ്നത്തിലേക്കാണല്ലോടാ ഞാൻ ചെന്ന് കയറി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം, വിധിച്ചതുപോലെ വരുള്ളൂ. അവനോടൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞാലേ. ഇപ്പൊ എല്ലാവരുമായിട്ട് ഫ്ലൈറ്റ് എടുത്ത് ഇവിടുന്ന് സ്ഥലം കല്യാണ്ട സമയം കഴിഞ്ഞു. വണ്ടി ഇടിച്ച് കേട്ടില്ലടാ, വണ്ടിയൊക്കെ മറിഞ്ഞ കിടക്കണേ. ഇവിടെ റോഡ് ബ്ലോക്ക് ആയി കിടക്കണല്ലോ. ഇതിൽ പോകാൻ പറ്റുന്നോ? ഒരു വഴിയുണ്ട്, ലെഫ്റ്റ് തിരിഞ്ഞു പോകണം. കുറച്ച് കറങ്ങിയുള്ള വഴിയാണ്, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലോ. നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഉൽക്കുവന്ന് വീഴുന്നുണ്ട്. ചെറിയ ഉൽക്കായതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടിയിലെങ്ങാനും വന്ന് വീണാ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവൂല. ഫുള്ള് പുക മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് എല്ലാരും ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോണു. എല്ലാം മൈക്കിള് കാരണ. ഇപ്പൊ നമ്മൾ കാണുന്നൊക്കെ ചെറിയ കല്ലുകളാണ്. പക്ഷെ നമ്മൾ സ്വപ്നിച്ച് കണ്ട ഒരു വലിയ കല്ലുണ്ട്. അത് വീണാ ഒരു പ്രദേശം ഉണ്ടാവൂല. പുറകിൽ ഒരു വെട്ടം വന്നു വീഴും. ഓക്കെ ലോസ് ആൻഡോസ് മൊത്തം നശിച്ചോണ്ടിരിക്കുക. ആ ന്യൂസ് അടുത്ത് ഞാൻ പോയല്ലേ, അവര് കേട്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടേനെ. ഓക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഏറ്റവും എളുപ്പമുള്ള വഴി കൂടി അവിടെ എത്തണം. അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കള്ളപ്പന്നി മൈക്കിളെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നിന്നെ ഞാൻ ഇടിച്ചോണ്ട് വന്നോട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ തല്ലിക്കൊല്ലൂടാ. ബ്ലഡി ഫുൾ. ഈ ഒരു ഉൽക്കമഴയിൽ മരിക്കാതെ പോയിട്ട് അവനെ രക്ഷിച്ചോണ്ട് വന്നോക്കി. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച്, ചാൻസ് സബ്ബാത്തവരൊക്കെ സബ് ചെയ്ത് ഫുൾ സപ്പോർട്ടാ. ആ കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ ഉൽക്കമഴ വന്നു തുടങ്ങിടാ. കാറ് പോലെയല്ല ഇത്, കുറച്ച് ടാസ്ക് മാറ്റി ഒരു കളിപ്പാട്ട് ഓടിക്കണ പോലെ ഈ പ്ലെയിൻ ഓടിച്ചാലേ നമുക്ക് ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് പറ്റിയ ആളല്ലേ വണ്ടി ഓടിക്കണോ? ദേണ്ട അങ്ങ് ദൂരെ ഒരു വിളിക്കാനാടാ. കുഴപ്പമില്ല. ഓക്കെ ഇന്നലെ പോണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു കുടുംബത്തെ രക്ഷിച്ചില്ലേ, അതിനു വേണ്ടി ഞാൻ ചെയ്തു. ദേവനെ അതിൽ കൊള്ളാതെ എങ്ങനെ ഇങ്ങോട്ട്. ഓക്കെ എങ്ങനെയൊക്കെ എത്തി. ഇതുവരെ എത്തിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ദൂരത്ത് അവ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതേടാ സ്ഥലം തന്നെ എത്തി. ഐ തിങ്ക് നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള സമയമായി. ഞാൻ ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി നോക്കാൻ വേണ്ടി പോവാ. ട്രവർ ആർ റെഡി ഫോർ ദി ലാൻഡിംഗ്. ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ ഹിയർ വി ഗോ. നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോണ്. എല്ലാരും ഒന്ന് പിടിച്ചിരുന്നു. ഓക്കെ വലിയ കുഴപ്പമില്ലാതെ നിലത്ത് ടയർ മുട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ റൺവേ ഒന്നും ഇല്ലാത്ത കാരണം ഓ മാൻ നമ്മുടെ ചില്ലൊക്കെ പൊട്ടി. സ്ലോ ഡൗൺ. യെസ് എന്തൊക്കെ തന്നെയായാലും പ്രോപ്പർ ആയിട്ട് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വി ആർ ഹിയർ. മൈക്കിളെ ട്രവർ ഇറങ്ങി വാടാ. നിങ്ങളെയൊക്കെ സേഫ് ആയിട്ട് എത്തിക്കുന്നു പറഞ്ഞില്ലേ? നോക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നു. എല്ലാരും ഇറങ്ങി വാ, ഇവിടെ നമ്മൾ സേഫാ. അപ്പൊ ഇതാണല്ലേ മഞ്ഞുള്ള ആ സ്ഥലം? ആടാ ഇത് തന്നെ ഫുള്ളും മഞ്ഞ. ഇതും കൊണ്ടൊരു രാജ്യമായിരുന്നാ, ആൾക്കാരൊക്കെ ഉള്ള വീടുകളൊക്കെ ഉള്ള ഒരു സിറ്റി. പക്ഷെ പറഞ്ഞിട്ടെന്താ, നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഉൽക്കമഴ വീഴുന്നില്ലേ ലോസ് ആൻഡോസില്, അതുപോലെ ഇവിടെ ഒരു ദിവസം മഞ്ഞ് വീഴാൻ വേണ്ടി തുടങ്ങി. ആൾക്കാർ വിചാരിച്ചു ഒരു ദിവസം കൊണ്ട് തീരും, 2 ദിവസം കൊണ്ട് തീരുന്നു. പക്ഷെ അത് നിന്നില്ല. വീണ് ഒരു അന്റാർട്ടിക്ക പോലെയായി മാറി ഈ രാജ്യം. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ നാട് വിട്ട് പോകേണ്ടി വന്നടാ. കാരണം ഇവിടെ ജീവിക്കാൻ കുറച്ച് പാടാ. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. ഒരു 2 മാന ഹണ്ട് ചെയ്ത് കുറച്ച് തീയുണ്ട്, നമുക്ക് ഇവിടെ ഒരാഴ്ച താമസിക്കാം. ഉൽക്കമഴ എപ്പം മാറും നമുക്ക് അറിയാൻ പാടില്ലല്ലോ. അതുവരെ ഇവിടെ പിടിച്ചിരിക്കണം. നീ ഒന്നാ നമ്മൾ താമസിക്കാൻ വേണ്ടി പോണത്. ഇവിടെ കുറെ വീടുകളൊക്കെ കണ്ടില്ലടാ, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് താമസിക്കണം. പിന്നെ ഇവിടെ സർവൈവൽ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഒരു കൂട്ടായ്മയോടെയാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ എന്നാ നമുക്ക് ആദ്യം ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കാം. അവിടെ എന്താ ഒരു വീട്ടിൽ ലൈറ്റ് പോലെ. ഇനി വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടോ? എല്ലാവരും എന്റെ കൂടെ തന്നെ വാ. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ടോ നമുക്കറിയാൻ പാടില്ല. ചിലപ്പോൾ 1-2 വീടൊക്കെ ഉണ്ടാവും ആൾ താമസം ഉള്ളത്. അവിടെ കുടുംബങ്ങൾ ഉണ്ടാവാം. നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. സോ നമ്മൾ അങ്ങനെ ഒരു വിധത്തിൽ ലോസ് ആൻഡോസിൽ ഉൽക്കമഴയിൽ നിന്ന് രക്ഷപ്പെട്ട് നോർത്ത് യാങ്ടങ്ങിലെത്തി. ഇനി ഇവിടെ സർവൈവ് ചെയ്യണം. അതാണ് അടുത്തൊരു ഘട്ടം. ഇവിടെ ഭയങ്കര മഞ്ഞാണല്ലോടാ. ഇത് നോക്കി, എന്റെ പാതി കാലേ മഞ്ഞില. ഈ മഞ്ഞിൽ വേണം നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട്. എന്തായാലും നമുക്കൊരു കൈ നോക്കാം. നിങ്ങൾ ലൈക്ക് അടിച്ച്, കാരണം നമ്മൾ സക്സസ്ഫുള്ളി സർവൈവ് ചെയ്ത് ഇവിടെ വരെ എത്തി. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.